ഉത്തർപ്രദേശിലെ മിർജാപൂരിൽ നിന്ന് വരുന്നൊരു വാർത്ത, നിർബന്ധിത മതപരിവർത്തനം ആരോപിച്ച് 5 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ അറസ്റ്റ് ചെയ്യപ്പെട്ടവരുടെ പേരുകളാണ് ഫരീദ് അഹമ്മദ്, ജാവേദ് അഹമ്മദ്, അർബാസ്, ആസിഫ്, വസീം. ഇങ്ങനെ 5 പേരെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇവരിൽ ഒരാളെ പോലീസ് ഷൂട്ട് ചെയ്ത് പിടിക്കുകയാണ് ചെയ്തത്. എന്താണ് ഇവർ ചെയ്ത തെറ്റ് എന്ന് പറഞ്ഞാൽ, ഇവർ ജിമ്മ് നടത്തുന്നവരാണ്. ഈ ജിമ്മിൽ വരുന്ന ഹിന്ദു പെൺകുട്ടികളെ ഇവർ ടാർഗറ്റ് ചെയ്യുന്നു. ഈ ഹിന്ദു പെൺകുട്ടികളെ ടാർഗറ്റ് ചെയ്തതിന് ശേഷം അവർ എക്സർസൈസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ജിമ്മിൽ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അവരുടെ വീഡിയോകൾ ചിത്രീകരിക്കുകയും അവരുടെ ഫോട്ടോകൾ എടുക്കുകയും പിന്നീട് ഈ 5 പേർ ചേർന്ന് AI ഉപയോഗിച്ച് ഇവരുടെ ഫോട്ടോകളും വീഡിയോകളും മോർഫ് ചെയ്ത് നഗ്ന ചിത്രങ്ങളാക്കുകയും പിന്നീട് ഇവർ ഇത് പ്രചരിപ്പിക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ ഇവർ ഇത് വീഡിയോ ആക്കി ഫോട്ടോകളാക്കി മാറ്റിയതിന് ശേഷം ഈ പെൺകുട്ടികളോട് നിങ്ങൾ നിർബന്ധിതമായി മതപരിവർത്തനം നടത്തിയില്ലെങ്കിൽ, അതായത് ഹിന്ദു പെൺകുട്ടികളോട് ഇസ്ലാം മതം സ്വീകരിക്കുവാൻ നിർബന്ധിക്കുകയാണ്. അല്ല എങ്കിൽ ഈ വീഡിയോ ഞങ്ങൾ പ്രചരിപ്പിക്കും, അല്ലെങ്കിൽ ഈ ഫോട്ടോ ഞങ്ങൾ പ്രചരിപ്പിക്കും എന്ന് പറഞ്ഞ് നിർബന്ധിതമായി ഇവരെ മതപരിവർത്തനം ചെയ്യിക്കുകയാണ് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് വലിയ ആരോപണങ്ങളാണ് ഉത്തർപ്രദേശിലെ പല ജിമ്മുകൾ കേന്ദ്രീകരിച്ച് നടക്കുന്നത്. കാരണം ഈ അടുത്ത ഇടയിൽ തന്നെ ഉത്തർപ്രദേശിൽ ജിമ്മ് നടത്തിപ്പുകാരനായ ചില ആളുകളെ അറസ്റ്റ് ചെയ്യുകയും അവർക്കെതിരെ അന്വേഷണം തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. വാസ്തവത്തിൽ ഇവരുടെ ജിമ്മിലേക്ക് കടന്നു വരുന്ന ഈ പെൺകുട്ടികളെയും അതോടൊപ്പം തന്നെ മറ്റ് ആൺകുട്ടികളെയൊക്കെ ഇവർ ദുരുപയോഗം ചെയ്യുന്നു എന്നുള്ളൊരു വാർത്ത വളരെ ശക്തമായി വ്യാപിക്കുകയാണ്. എന്തായാലും ഇവിടെ ഒരു വലിയ പ്രശ്നം തന്നെയാണ്. ഈ മിർജാപൂർ കേന്ദ്രീകരിച്ച് ഏതാണ്ട് 50-ലധികം ഹിന്ദു പെൺകുട്ടികളുടെ വീഡിയോയും ഫോട്ടോകളുമാണ് ഈ ഫരീദ് അഹമ്മദ്, ജാവേദ് അഹമ്മദ്, അർബാസ്, ആസിഫ്, വസീം എന്നിവർ ചേർന്ന് AI ഉപയോഗിച്ച് നഗ്ന ചിത്രങ്ങളാക്കി മാറ്റിയത്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരാൾ ഓടി രക്ഷപ്പെട്ടു. ഫരീദ് അഹമ്മദ് എന്ന വ്യക്തി ഓടി രക്ഷപ്പെടുകയും പോലീസ് വെടിവെക്കുകയും ചെയ്തിട്ടുണ്ട്. വെടിവെച്ചാണ് അദ്ദേഹത്തെ പിടിച്ചത്. ഇവിടെ പോലീസ് പറയുന്നത് ഇവർ നടത്തുന്ന ഈ ജിമ്മുകൾ ഇത് വലിയൊരു ട്രാപ്പാണ്. അതായത് അന്യമതസ്ഥരായിട്ടുള്ളവരെ കെണിയിൽ കുടുക്കി, ട്രാപ്പിൽ കുടുക്കി ഇവരെ ഇസ്ലാം മതം സ്വീകരിക്കാൻ പ്രേരിപ്പിക്കുകയാണ് ഇവർ ചെയ്യുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്നതായിട്ടുള്ള ഒരു റിപ്പോർട്ട്. എന്നാൽ ഇങ്ങനെയുള്ളവരുടെ ജിമ്മിൽ പോകാതിരിക്കാൻ പല നിർദ്ദേശങ്ങളും പലരും മുമ്പോട്ട് വെച്ചെങ്കിൽ പോലും പലരും അംഗീകരിക്കാതെ സുഹൃത്ത് ബന്ധങ്ങളുടെ പുറത്ത് അല്ലെങ്കിൽ അങ്ങനെ പോവുകയാണ്. എന്തായാലും ഈ ജിമ്മുകളിലൊക്കെ ചെന്ന് ചാടുന്നവർ വലിയ ട്രാപ്പിലാണ് അകപ്പെടുന്നത്, പ്രത്യേകിച്ച് സ്ത്രീകൾ. ഈ സ്ത്രീകളെ ഇവരിവിടെ വരുമ്പോൾ അവർ പല സ്ഥലങ്ങളിൽ ഒളിക്യാമറകൾ വെച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഇവർ ജിമ്മിൽ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അവരുടെ വീഡിയോകൾ എടുക്കുന്നു. അപ്പോൾ പൊതുവെ ഇറുകിയ വസ്ത്രങ്ങളായിരിക്കും ധരിക്കുന്നത്. അപ്പോൾ അവർ മുതലെടുത്തുകൊണ്ട് ഇവർ ഈ സ്ത്രീകളെ ദുരുപയോഗം ചെയ്യുകയാണ്. ഏതാണ്ട് 50-ലധികം സ്ത്രീകളുടെ വീഡിയോകളാണ് ഇവർ ഇതിനകമായി മോർഫ് ചെയ്ത് നഗ്ന ചിത്രങ്ങളായും നഗ്ന വീഡിയോകളായും ഇവർ പ്രചരിപ്പിച്ചത്. എന്തായാലും പോലീസ് വളരെ തന്ത്രപൂർവ്വം ഈ വിഷയത്തെക്കുറിച്ച് നാളുകളായി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, കംപ്ലയിൻറ്റ് ലഭിച്ചപ്പോൾ മുതൽ. എന്നാൽ അതിന് വ്യക്തമായിട്ടുള്ള തെളിവ് ലഭിക്കുകയും ഇതുമായി ബന്ധപ്പെട്ട് ഇവരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു എന്നുള്ളതാണ് ഇപ്പോൾ ഇവിടെയുള്ള പത്രമാധ്യമങ്ങളിൽ നിന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. നമ്മൾ ഇതിൽ നിന്നെല്ലാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ചില പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട ആളുകൾ വളരെ ബോധപൂർവം അന്യമതത്തിൽപ്പെട്ട ആളുകളെ മതപരിവർത്തനം ചെയ്യുവാൻ പല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നു. അത് ചൂഷണം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഇതുപോലെയുള്ള വീഡിയോകൾ ഉണ്ടാക്കുന്നു, ഭീഷണിപ്പെടുത്തുന്നു.
ഭീഷണിക്ക് വഴങ്ങിയില്ലെങ്കിൽ നിങ്ങളുടെ വീഡിയോകൾ ഞങ്ങൾ പ്രചരിപ്പിക്കും, ഫോട്ടോകൾ ഞങ്ങൾ പ്രചരിപ്പിക്കുമെന്നും പറഞ്ഞ് ഇങ്ങനെ നിർബന്ധിതമായി മതപരിവർത്തനം നടത്തുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഇവിടെ പുറത്തു വരുന്നൊരു വാർത്ത. ഉത്തർപ്രദേശിനെ സംബന്ധിച്ചിടത്തോളം മതപരിവർത്തനം പൂർണ്ണമായി നിരോധിച്ചിട്ടുള്ള ഒരു സംസ്ഥാനമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾക്ക് വലിയ ശിക്ഷ തന്നെ നേരിടേണ്ടി വരും. അതുമാത്രമല്ല, പൊതുജനം ഇവരെ തെരുവിൽ തല്ലുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കുവാൻ കഴിയുന്നത്. അപ്പം ഇത്തരക്കാരായിട്ടുള്ള ആളുകൾ നടത്തുന്ന ജിമ്മുകളിലോ അവരുടെ സ്ഥാപനങ്ങളിലോ കഴിയുന്നിടത്തോളം പോകാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്നുള്ളതാണ് പൊതുവെ ഇപ്പോൾ ഇവിടെ നടക്കുന്ന ഒരു സംസാര വിഷയം.